ഹലോ ഗീസ്, ഹോളിവുഡ് മുതൽ നമ്മുടെ ചെറിയ ഷോർട്ട് ഫിലിം വരെയുള്ള എല്ലാ സിനിമകളിലും ക്യാമറ ആംഗിളുകൾ 8 തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഏതെല്ലാമാണ് ആ 8 തരത്തിലുള്ള ക്യാമറ ആംഗിളുകൾ, എന്തെല്ലാമാണ് ആ ആംഗിളുകളുടെ അർത്ഥതലങ്ങൾ, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താണ് ക്യാമറ ആംഗിളുകൾ അല്ലെങ്കിൽ ക്യാമറ വീക്ഷണകോണുകൾ? ചിത്രീകരിക്കപ്പെടുന്ന ദൃശ്യത്തിന്റെ മനോഹാരിതയും കലാമേന്മയ്ക്കും ഒപ്പം തന്നെ അതിൻ്റെ അർത്ഥതലങ്ങൾ അല്ലെങ്കിൽ മീനിങ് ഓഫ് ദ ഷോട്ട് വെളിപ്പെടുത്തുന്നതാണ് ക്യാമറ ആംഗിളുകൾ. ഒരു ഷോട്ടിലൂടെ സംവിധായകൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഓരോ ആംഗിളുകളും തീരുമാനിക്കപ്പെടുന്നത്. കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വീക്ഷണകോണുകളുടെ വിഭിന്നതയ്ക്കാകുന്നു. ഓരോ വീക്ഷണകോണുകൾക്കും അതിൻ്റെതായ സൗന്ദര്യശാസ്ത്രങ്ങളുണ്ട്. ഒരു സീൻ ചിത്രീകരിക്കുമ്പോൾ പരമാവധി ക്യാമറ ആംഗിളുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അവ ഉപയോഗിക്കുന്നത് മതിയായ യുക്തിയും അർത്ഥതലങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം. ഇനി 8 തരം ക്യാമറ ആംഗിളുകൾ ഏതാണെന്ന് നോക്കാം. ഐ ലെവൽ ആംഗിൾ, ലോ ആംഗിൾ, ഹൈ ആംഗിൾ, ടോപ്പ് ആംഗിൾ, ഗ്രൗണ്ട് ലെവൽ ആംഗിൾ, റഷ്യൻ ആംഗിൾ, റിവേഴ്സ് ആംഗിൾ, ഫ്ലാറ്റ് ആംഗിൾ. എന്താണ് ഐ ലെവൽ ആംഗിൾ? മനുഷ്യനേത്രങ്ങളുടെ സാധാരണ കാഴ്ചയാണിത്. ഇരിക്കുന്ന ഒരാളുടെ വീക്ഷണകോണിലാണ് ദൃശ്യം കാണുന്നത് എങ്കിൽ ഇരിക്കുന്ന ആളുടെ ഉയരത്തിലായിരിക്കും ക്യാമറ വീക്ഷിക്കുന്നത്. അസാധാരണത്വങ്ങൾ ഒന്നുമില്ലാത്ത സാധാരണ കാഴ്ചപ്പാടിന്റെ ദൃശ്യമാണിത്. എന്താണ് ലോ ആംഗിൾ? താഴ്ന്ന പ്രതലത്തിൽ നിന്നും മുകളിലേക്ക് നോക്കിക്കാണുന്നതിന്റെ ആംഗിളാണിത്. പ്രാർത്ഥനാനിരതനായ ഒരാൾ ദൈവത്തെ നോക്കിക്കാണുന്ന വീക്ഷണകോൺ. കഥാപാത്രങ്ങളെ പ്രേക്ഷകനു മേലെ പ്രതിഷ്ഠിക്കുന്നത് ലോ ആംഗിളാണ്. എന്താണ് ഹൈ ആംഗിൾ? ഉയർന്ന പ്രതലത്തിൽ നിന്നും താഴേക്ക് നോക്കുന്ന ആംഗിളാണിത്. വലിപ്പമുള്ള ഒരാൾ ഇരിക്കുന്ന കുട്ടിയെ നോക്കുന്നത് ഹൈ ആംഗിളിലായിരിക്കും. ഹൈ ആംഗിൾ ദൃശ്യങ്ങളിൽ കാണപ്പെടുന്ന കഥാപാത്രങ്ങൾ ഭൂതകാലത്തിൻ്റെ നിസ്സഹായതകളെയും പരാജയ ബോധങ്ങളുടെയും വിധേയത്വത്തിൻ്റെയുമെല്ലാം മാനുഷിക തലങ്ങൾ പേറുന്നവരായിരിക്കും. ദൈവം മനുഷ്യനെ നോക്കിക്കാണുന്ന ആംഗിളാണിത്. ഇവിടെ പ്രേക്ഷകൻ കഥാപാത്രങ്ങളെക്കാൾ ശക്തനാകുന്നു. ടോപ്പ് ആംഗിൾ കുത്തനെ മുകളിൽ നിന്നുള്ള വീക്ഷണ കോണാണിത്. ഏതോ അജ്ഞാത ശക്തിക്ക് വിധേയരായ ചതുരംഗ കരുക്കളെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ടവരായിരിക്കും ഈ ഫ്രെയിമിൽ. പ്രളയ കെടുതികളും കലാപങ്ങളുമെല്ലാം വിമാനത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് ടോപ്പ് ആംഗിളിലായിരിക്കും. ഗ്രൗണ്ട് ലെവൽ ആംഗിൾ തറനിരപ്പിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. സാധാരണ ചെറിയ ജീവിയുടെയോ തറയിൽ വീണുകിടക്കുകയോ ഒളിച്ചിരിക്കുകയോ ചെയ്യുന്ന ഒരാളിൻ്റെ കാഴ്ചപ്പാടിൽ ചിത്രീകരിക്കുന്നതാണ് ഇത്. പ്രത്യേക പഞ്ചിനായി ആക്ഷൻ രംഗങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഫ്ലാറ്റ് ആംഗിൾ? വിവിധ കഥാപാത്രങ്ങളുടെ ഏകപക്ഷീയവും സവിശേഷതയുമായ വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണുന്നതിന് പകരമായി ഒരു സാക്ഷിയുടെ സാധാരണ നേർക്കാഴ്ചയിൽ നോക്കിക്കാണുന്ന ഫ്രെയിമുകളാണിവ. ചില സിനിമകളിൽ പ്രത്യേക അർത്ഥപരികൽപ്പനകളോടെ ഇവ ഉപയോഗിക്കാറുണ്ട്. റിവേഴ്സ് ആംഗിൾ രണ്ടുപേർ സംസാരിക്കുന്നതിൻ്റെ മുൻവശത്തെ ദൃശ്യം പകർത്തിയതിനു ശേഷം അതേ ദൃശ്യത്തിൻ്റെ തന്നെ നേരെ പുറകുവശത്ത് ക്യാമറ ഉപയോഗിക്കുന്ന വീക്ഷണകോണിനെയാണ് റിവേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഫ്രെയിമിലെ കഥാപാത്രങ്ങൾക്കോ വസ്തുക്കൾക്കോ തമ്മിലുള്ള ദൂരപരമായ അകൽച്ചയും അടുപ്പവും പ്രേക്ഷകനെ ബോധ്യപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. റഷ്യൻ ആംഗിൾ ഒരു സ്റ്റഡി ഷോട്ടിനെ അല്പം ചെരിച്ചു വെച്ച് കമ്പോസ് ചെയ്യുന്നതിനെയാണ് റഷ്യൻ ആംഗിൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു ഹാസ്യാത്മക തലം ദൃശ്യത്തിന് പകരാൻ ഇതിന് കഴിയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.